മഞ്ജുഷ സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. മുകേഷ് അറസ്റ്റിലായി. മുകേഷ് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ മുകേഷിനെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. പീഡന പരാതിയിലാണ് മുകേഷിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. നേരത്തെ മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു മുകേഷിന്. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം മുകേഷ് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ലൈംഗിക അതിക്രമ കേസിൽ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പക്ഷേ മുൻകൂർ ജാമ്യം മുകേഷിന് അനുവദിച്ചിട്ടുള്ളതാണ്. നിയമ നടപടികൾ തുടരും. ചോദ്യം ചെയ്തിരുന്നു വിശദമായിട്ട്. ഏതാണ്ട് 3 മണിക്കൂറിലേറെ നേരമായിരുന്നു മുകേഷിനെ ചോദ്യം ചെയ്തത്. മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. പക്ഷേ മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ തന്നെ മുകേഷിന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. സിദ്ദിഖിനെ ഏത് സമയത്ത് വേണമെങ്കിലും പോലീസിന് അറസ്റ്റ് ചെയ്യാം. അതിനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് മുകേഷിനെ വിട്ടയച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ മുകേഷിനുള്ളതിനാൽ മുകേഷിനെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി മുകേഷിനെ വിട്ടയച്ചിരിക്കുകയാണ്. ബലാത്സംഗ കേസിൽ മുകേഷ് MLA-യുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുകയാണ് പോലീസ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, ഇത് പ്രതീക്ഷിച്ചതാണ്. മുകേഷിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയായിരുന്നു വിവരങ്ങൾ. ഇപ്പോൾ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത്? മഞ്ജുഷ, സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യമാണിത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിന്റെ ബലമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കും നടത്തുക. എന്തായാലും മെഡിക്കൽ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടാവുക. എന്തായാലും രാവിലെ 10 മണിയോട് കൂടിയാണ് മുകേഷിനെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. SIT-യിൽ AIG പൂങ്കുഴലി IPS നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ തീരദേശ പോലീസ് ഓഫീസിന്റെ ആസ്ഥാനത്ത് വെച്ച് ചോദ്യം ചെയ്തത് 10 മണിക്ക് തുടങ്ങി ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്രയും സമയം മുകേഷിനെ ചോദ്യം ചെയ്യാൻ രാവിലെ ഈ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം മുൻകൂർ ജാമ്യത്തിന്റെ ബലത്തിൽ വിട്ടയക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആനുകൂല്യത്തിൽ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി മെഡിക്കൽ പരിശോധന കൂടി പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം നേരത്തെ തന്നെ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നതുമാണ്. അതായത് മെഡിക്കൽ സംഘത്തെ തയ്യാറാക്കി വെക്കാൻ പോലീസുകാരോട് SIT അന്വേഷണ സംഘം അറിയിച്ചിരുന്നതായി നേരത്തെ തന്നെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അറസ്റ്റ് ചെയ്യുമെന്ന് ഉള്ള കാര്യം വ്യക്തമായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ എന്തായാലും ഫർദർ നടപടികൾക്ക് ശേഷം വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ശരിയാണ്. മുകേഷിന്റെ കാര്യത്തിൽ സാങ്കേതികത്വമാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പീഡന പരാതിയിൽ ഒരു MLA അറസ്റ്റിലാവുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യത്തിന്റെ ബലമുള്ളത് കൊണ്ട് മുകേഷിനെ വിട്ടയക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പരാതി ഗൗരവമുള്ളതല്ല എന്ന് ഇതിനർത്ഥമില്ല. ഒരു പ്രമുഖ നടനും ഭരണപക്ഷത്തിന്റെ MLA-യുമായ ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണ സംഘം വിട്ടയക്കുകയാണ് ചെയ്തത്. അല്പസമയത്തിനകം മറ്റൊരു പ്രമുഖ നടൻ കൂടി അറസ്റ്റിലാകാൻ പോവുകയാണ്. സിദ്ദിഖ് എവിടെ? സിദ്ദിഖിനെ കാണാനില്ല എന്ന് കാട്ടി ലുക്കൌട്ട് സർക്കുലറും പുറപ്പെടുവിച്ചു കഴിഞ്ഞു പോലീസ്. അതിനിടെയാണ് സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള വിവരം പോലീസിന് കിട്ടിയിരിക്കുന്നത്. ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്തു. അങ്ങോട്ട് പോലീസ് സംഘം തിരിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം മുകേഷ് പുറത്തു വരുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. അതിന്റെ അറസ്റ്റിന്റെ സാങ്കേതികത്വം പൂർത്തിയാക്കി മുകേഷിനെ പോലീസ് വിട്ടയക്കും. എന്തായാലും ഈ വിഷയത്തിൽ പീഡന പരാതികൾ ഉയർന്നതിന് ശേഷം ഇപ്പോഴാണ് അന്വേഷണ സംഘം കൂടുതൽ ഉണർന്നിരിക്കുന്നത്. പക്ഷേ അതിനിടെ തന്നെ സിദ്ദിഖ് ഒഴിച്ച് ബാക്കി എല്ലാ നടന്മാർക്കും മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു. ഇതിൽ അന്വേഷണ സംഘത്തിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. സിദ്ദിഖിനെതിരെയുള്ള പരാതി അതിൽ തെളിവുകൾ ഉള്ളതാണ്, പ്രഥമദൃഷ്ട്യാ തെളിവുകൾ ഉള്ളതാണ്, സാക്ഷികളും ഉള്ളതാണ്. പക്ഷേ എന്നിട്ടും അന്വേഷണ സംഘത്തിൽ മെല്ലെപ്പോക്കുണ്ട് എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷന് കൃത്യമായി തന്നെ ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പോലീസിന്റെ വിജയം കൂടിയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ സിദ്ദിഖിന്റെ തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി. അങ്ങനെയാണ് സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. മുകേഷിലേക്ക് വരികയാണെങ്കിൽ മുകേഷ് അറസ്റ്റിലായി. സാങ്കേതികമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മുൻകൂർ ജാമ്യം മുകേഷിനുള്ളതിനാൽ അദ്ദേഹത്തിന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല. സിദ്ദിഖിന്റെ കാര്യത്തിൽ കൂടുതൽ കുരുക്കാവുകയാണ് നടന്. അറസ്റ്റിലായി കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് എന്തായാലും
സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോകുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടില്ല. വിധി പകർപ്പ് കിട്ടിയാൽ ഉടൻ സുപ്രീം കോടതിയെ എന്തായാലും സിദ്ദിഖ് സമീപിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രമുഖരായ അഭിഭാഷകരാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായിരുന്നത്. പക്ഷേ മുൻകൂർ ജാമ്യം ഹൈക്കോടതി നൽകുവാൻ തയ്യാറായിട്ടില്ല.